ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റായ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഫ്രം ട്രേഡ് ടു പവർ എന്ന യൂണിറ്റിലെ പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഏഴാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. കൂട്ടുകാരെല്ലാവരും പാഠഭാഗം നന്നായി വായിക്കണം. പാഠഭാഗം വായിച്ചപ്പോൾ കൂട്ടുകാർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായത്? കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു പോർച്ചുഗൽ, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവ. ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെ സ്വാധീനിച്ചു. കച്ചവടാധിപത്യത്തിനു വേണ്ടി ഈ രാജ്യങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലണ്ടായിരുന്നു. യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായി മാറി. The Portuguese, the Dutch, the English and the French reached India for trade. The contact with these countries influenced our social, cultural and economic life. It was England that succeeded in the competition for the monopoly of trade with India. The British annexed the princely states through wars and treaties and became the rulers of India. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം നമുക്കൊന്ന് സ്വയം വിലയിരുത്താം. ഇന്ത്യയിലേക്ക് കടൽ മാർഗം വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടക്കാർ ഇവിടെ എത്തിയെന്നത് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്നില്ലേ? കച്ചവട കുത്തക നേടിയ ഇംഗ്ലീഷുകാർ ഇവിടെ രാഷ്ട്രീയാധികാരം സ്ഥാപിച്ചതെങ്ങനെയെന്ന് കൂട്ടുകാർക്ക് വിശദമാക്കാൻ കഴിയുന്നുണ്ടല്ലോ. സൈനിക ശക്തികളും ഉടമ്പടികളും വഴി ഇംഗ്ലീഷുകാർ നാട്ടുരാജ്യങ്ങളുടെ മേൽ ആധിപത്യം ഉറപ്പിച്ചുവെന്ന് വ്യക്തമാക്കാനാവുന്നില്ലേ? Evaluates that the traders from Portugal, Netherlands, England and France reached India with the discovery of sea route to India. Describes the ways through which the British were able to establish their political power in India after gaining monopoly of trade. Identifies and narrates that the British established their domination over the princely states through treaties and military force. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കൂട്ടുകാർക്ക് തീർച്ചയായും പാഠപുസ്തകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയും. നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി ചെയ്തു നോക്കാം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഇന്ത്യയിലേക്ക് കടൽ മാർഗം വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ട്? The Turks' conquest of Constantinople necessitated the Europeans to discover a sea route to India. Why? നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. The spices of our land were essential to the foreigners. The traders all over the world used to visit here to collect the spices. The conquest of Constantinople by the Turks in 1453 came in the way of the trade between Asia and Europe. The situation necessitated the European traders to find out a sea route to India. With the discovery of sea route to India, the Portuguese, the Dutch, the English and the French reached India for the purpose of trade.
ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. കാരണം വ്യക്തമാക്കുക. The Portuguese could not establish many trade centers in India. Identify the reasons. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നു. The Portuguese could not establish many trade centers in India. Let us examine the reasons for it. They did not have enough economic and military resources to compete with other European powers. They faced resistance from native forces. പോർച്ചുഗീസ് ബന്ധങ്ങൾ നമ്മുടെ സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. പ്രസ്താവന വിലയിരുത്തുക. The contact with the Portuguese created lasting impact on our social, cultural and economic life. Evaluate the statement. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. പോർച്ചുഗീസുകാരുമായുള്ള ഇന്ത്യയുടെ കച്ചവട ബന്ധങ്ങൾ ഏതെല്ലാം മേഖലയിലാണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്ന് കണ്ടെത്തി ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. Find out the influence of the Portuguese on different walks of Indian social life and prepare a brief note on it. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഏകദേശം ഒരേ ഉത്തരം തന്നെ നമുക്ക് എഴുതാൻ കഴിയും. 1498 വാസ്കോഡഗാമയും സംഘവും കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. വാസ്കോഡഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെ എത്തി. ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെയിന്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായാണ്. They were a group of sailors from Portugal under the leadership of Vasco da Gama reached Kapad near Calicut in 1498. Almeida and Albuquerque, two sailors from Portugal, reached here for trade following Vasco da Gama. Goa and Daman and Diu were the major trade centers of the Portuguese. They constructed Saint Angelo Fort at Kannur and Kottapuram Fort in Thrissur district. The Portuguese were also known as Parangis. Agricultural crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. are found in Kerala now. Were introduced by the Portuguese. The widespread use of printing machine and the development of the art form Chavittunadagam were some of the impacts of Indo-Portuguese relationship. കൂട്ടുകാരെല്ലാവരും മരക്കാർ സിനിമ കണ്ടിട്ടുണ്ടാകും അല്ലേ? കുഞ്ഞാലി മരക്കാർ ഒരാൾ മാത്രമാണോ? കുഞ്ഞാലി മരക്കാർമാർ ആരായിരുന്നു? ഇന്ത്യ ചരിത്രത്തിൽ ഇവരുടെ പ്രാധാന്യം വിലയിരുത്തുക. Who were the കുഞ്ഞാലി മരക്കാർസ്? What was their importance in the history of India? മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാർമാർ ആയിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. കുഞ്ഞാലി മരക്കാർസ്, the admirals of Samorin's naval force, led the resistance against the Portuguese in the Malabar region.
കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ പരിശോധിക്കുക. എക്സാമിൻ ദ റീസൺസ് ഫോർ ദ ഡിഫീറ്റ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ദി കർണാട്ടിക് വാഴ്സ്. ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള സംഘട്ടന പരമ്പര കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഫ്രഞ്ചുകാരെ അപേക്ഷിച്ച് പല മേഖലകളിലും ബ്രിട്ടീഷുകാർ മുൻപന്തിയിലായിരുന്നു. നാവിക മേധാവിത്വം, വൻതോതിലുള്ള വരുമാന സമാഹരണം, അതുവഴി ലഭിച്ച ധാരാളം വിഭവങ്ങൾ, മദ്രാസ്, ബോംബെ മുതലായ പ്രധാന പ്രവിശ്യകളുടെ നിയന്ത്രണം എന്നിവ കർണാട്ടിക് യുദ്ധങ്ങളിൽ ഫ്രഞ്ചുകാരെ വേഗത്തിൽ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. The series of conflicts between the French and the English in South India was known as Carnatic Wars. British was superior on many fronts compared to the French. Naval supremacy, enormous resources at disposal due to huge revenue collection, control over the main provinces like Madras, Bombay, etc. gave edge to the British, who swiftly defeated the French in Carnatic Wars. വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. പ്ലാസി യുദ്ധം, കുളച്ചൽ യുദ്ധം, ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി, വാസ്കോഡഗാമ കോഴിക്കോട്ടെത്തി, ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. ഇതിലാദ്യം നടന്നത് ഏതാണ്? എല്ലാ കൂട്ടുകാർക്കും അറിയാം. വാസ്കോഡഗാമ കോഴിക്കോട്ട് എത്തി. 1498 പിന്നീടുണ്ടായ സംഭവം ഏതാണ്? ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. 1602 അടുത്തതോ? ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. 1664 കുളച്ചൽ യുദ്ധമാണ് അടുത്തത്, 1741. ഇനിയുള്ളത് പ്ലാസി യുദ്ധമാണ്, 1757. അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ: ദ ബാറ്റിൽ ഓഫ് പ്ലാസി, ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ, ദ അറൈവൽ ഓഫ് ദ ഡച്ച് ഇൻ ഇന്ത്യ, ദ അറൈവൽ ഓഫ് വാസ്കോ ഡ ഗാമ ഇൻ കാലിക്കറ്റ്, ദ അറൈവൽ ഓഫ് ദ ഫ്രഞ്ച് in India. First one is the arrival of Vasco da Gama in Calicut, that is in 1498. Then the arrival of the Dutch in India, it is in 1602. Then the arrival of the French in India, that is in 1664. Then the Battle of Kolachal, that is in 1741. Next one is the Battle of Plassey, that is in 1757. ഇനി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. ഈ വിഭാഗത്തിലെ രണ്ട് ഘടകങ്ങളുടെയും പരസ്പര ബന്ധം കണ്ടെത്തി അതുപോലെ ബി വിഭാഗത്തിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ വിഭാഗത്തിൽ ഗോവയ്ക്കു നേരെ പോർച്ചുഗീസ് എന്നും സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് നേരെ വെല്ലസ്ലി പ്രഭു എന്നും എഴുതിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു ഗോവ. അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവായിരുന്നു. ഇനി ബി വിഭാഗം നോക്കാം. പോണ്ടിച്ചേരി, അതിനു നേരെ ഏതാണ് വരേണ്ടത്? അതെ, ഫ്രഞ്ച് എന്നാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു പോണ്ടിച്ചേരി. ദത്താവകാശ നിരോധന നിയമത്തിനു നേരെയോ? ആരുടെ പേര് വരും? അതെ, ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. Identify the relationship between the items given in A and fill up the blank spaces in B based on the same relationship. Goa, Portuguese.
Pondicherry, French. Subsidiary Alliance, Lord Wellesley. The Doctrine of Lapse, Lord Dalhousie. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഫ്രം ട്രേഡ് ടു പവർ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഈ പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങളും പാഠപുസ്തകത്തിനകത്തുള്ള പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.